നമസ്കാരം. ഇത് കുട്ടികൾക്കുള്ള വീഡിയോ അല്ല. തികച്ചും അഡൽട്ട് കണ്ടന്റ് ആയിട്ടുള്ള വീഡിയോ ആണ്. കാര്യം ബിഗ് ബോസിനെ പ്രതിപാദിക്കുന്ന വീഡിയോ ആണ്. സ്വാഭാവികം, നമുക്കറിയാം. അതിനകത്ത് അങ്ങനത്തെ കണ്ടന്റുകളാണ് ഇപ്പോൾ ഓടുന്നത്. അപ്പോ ഇത് ഈ വീഡിയോ തുടങ്ങുന്ന ഒരു കഥയിൽ കൂടിയാണ്. ഇന്നലെ നടന്ന ഒരു സംഭവമാണ്. ഇന്നലെ എൻ്റെ ഒരു കൂട്ടുകാരൻ, കൊച്ചു പയ്യനാണ്, 10-26 വയസ്സേ ഉള്ളൂ. അവൻ ബിഗ് ബോസിന്റെ ഒരു വലിയ ആരാധകനാണ്. ബിഗ് ബോസ് എല്ലാ എപ്പിസോഡും കാണും, അത് തന്നെ എല്ലാ ലൈവ് ഒക്കെ എടുത്തിട്ട് കാണും. അങ്ങനെയുള്ള ഒരു കുട്ടിയാണ്. അപ്പൊ ഇന്നലെ ഒരു 7-8 മണിയായിട്ട് വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു, അണ്ണാ എൻ്റെ ഭയങ്കരമായിട്ട് പേഴ്സണലായിട്ടൊന്ന് സംസാരിക്കണം. ഞാൻ പറഞ്ഞു ആയിക്കോട്ടെ, ഇത് ഇച്ചിരി ഭീകരമായ കേസ് കേട്ടാ. ഞാൻ ചോദിച്ചു എന്തു പറ്റി? അവൻ പറഞ്ഞു, ഞാൻ ബിഗ് ബോസ് കാണുന്നുണ്ട്, അപ്പൊ എനിക്ക് കുറെ ചോദ്യത്തിനോട് അനുബന്ധിച്ച് അവൻ ഭയങ്കര കുണ്ഠിതപ്പെട്ടിരിക്കുന്നു. അങ്ങനെയാണ്. അപ്പൊ അവനാകെപ്പാടെ മനസ്സ് വിഭ്രാന്തി അടിച്ച് നിൽക്കുന്നത്. അപ്പൊ അവൻ പറഞ്ഞു, അന്നാ എനിക്കൊരു സംഭവം ഉണ്ടായി, ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല, ഞാനത് പറയാം, ഇതിനകത്ത് എന്നതാ ഒരു തീരുമാനം പറയണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ആയിക്കോട്ടെ, നിനക്ക് ഇത്രയും കുണ്ഠിതപ്പെടാൻ കാര്യം ബിഗ് ബോസ് നിനക്കിട്ട് എന്ത് ചെയ്തു എന്നുള്ളതാണ്. അപ്പം പറഞ്ഞ അതല്ല അമ്മ, ഇവിടെ കുറെ ചോദ്യങ്ങൾ, ഈ ലെസ്ബിയന്, ട്രാൻസ്, ഹോമോയ്, ഹെട്രോയ്, ബൈയ്, ക്യൂർ, അങ്ങനെയൊക്കെയുള്ള ചോദ്യം. ഞാൻ ചോദിച്ചെടാ, നിനക്ക് അതിനിപ്പോ എന്ത് കാര്യം? അവരവിടെ കിടന്ന് കണ്ണി തോന്നുന്നു വായി തോന്നുന്നു വിളിച്ച് പറയട്ട്, നിനക്ക് നിന്റെ ഒരു ഉറപ്പില്ലേ? അതല്ല അമ്മ, ഇങ്ങനെ ഒരു കേസ് നടന്നു. അപ്പൊ പയ്യൻ ബാംഗ്ലൂരിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സമയം, ട്രെയിനിലാണ് പോകുന്നത്. ഒരു 2 വർഷം മുമ്പോ 3 വർഷം മുമ്പ് നടന്ന സംഭവം. പോകുന്ന സമയത്ത് ട്രെയിനിൽ നല്ല തിരക്കുണ്ട്. അപ്പം യവന്റെ അടുത്ത് ഒരു പുരുഷനുണ്ട്, ഒരു അദ്ദേഹമാണ്. അപ്പം രാത്രിയായി, ഈ ഭയങ്കര തിരക്കുണ്ട്, വെളി മഴയും കൺജസ്റ്റഡ് ആണ്. അപ്പൊ രാത്രിയുടെ യാമങ്ങളായി. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കിന് ഈ അടുത്തിരിക്കുന്ന അദ്ദേഹം യവന്റെ മടിയിലേക്ക് കിടന്നു കഴിഞ്ഞപ്പോഴത്തേന് ഉറങ്ങാനാണെന്ന് തോന്നുന്നു. അപ്പൊ യവനും ഉറക്കത്തിന്റെ ആ വ്യാകുലതയിൽ, അല്ലെങ്കിൽ ആ ഒരു ആലസ്യത്തിൽ നിൽക്കുകയാണ്. യവനും ഉറങ്ങി. അപ്പോൾ അവിടെ ഉറങ്ങിയെന്നാണ് ഉദ്ദേശിച്ചത്. പക്ഷെങ്കിൽ ഉറക്കത്തിന്റെ ആ ഒരു അഗാധ സമയത്തിൽ അത് സംഭവിച്ചിരിക്കുന്നു. യവന്റെ സിബൂരി കൊച്ചു ചെറുക്കനെ എടുത്ത് ഭക്ഷിച്ചിരിക്കുന്നു അടുത്തിരിക്കുന്നയാള്. യവന് സ്ഖലനമുണ്ടായിരിക്കുന്നു. അപ്പം കാര്യങ്ങൾ എല്ലാം കൈവിട്ടുപോയി. യവൻ അടുത്തിരിക്കുന്നവൻ പണി പറ്റിച്ചു, സിബടച്ചു. അവൻ അവന്റെ വഴിക്ക് പോയി, യവൻ അവന്റെ വഴിക്ക് പോയി. എന്നാലും മനസ്സിനൊരു സങ്കോചമുണ്ടായിരുന്നു പയ്യന്. അപ്പോ ഈ ബിഗ് ബോസ് കണ്ടതിന് ശേഷം ഈ പയ്യൻ പറഞ്ഞത്, അണ്ണാ എനിക്ക് ഭയങ്കര സംശയം, അവൻ ബൈയാണോ, ഹോമോയാണോ, ഹെട്രോയാണോ, ട്രാൻസ് ആണോ, ക്യൂർ ആണോ, പ്ലസ് ആണോ, ഇതൊന്നും എനിക്കറിയത്തില്ല. എനിക്കാകെപ്പാടെ ഒരു സങ്കടമോ ടെൻഷനോ. ഞാൻ ചോദിച്ചു, എന്തിനാടാ നീ ബിഗ് ബോസ് പറയുന്നത്, അല്ലെ ബിഗ് ബോസ് കണ്ടിട്ട് ഇതൊക്കെ എടുത്ത് തലക്കേറ്റി വെക്കുന്നത്? അല്ലണ്ണ, ഇങ്ങനെ കുറെ ചോദ്യങ്ങളൊക്കെ വന്നിരിക്കുന്നു. അപ്പം ഞാൻ അവനോട് പറഞ്ഞത്, ഇടാ, ഇതിനകത്തൊന്നും ഒരു വലിയ കാര്യങ്ങളൊന്നുമില്ല. നമ്മളുടെ സെക്ഷൽ ഓറിയന്റേഷൻ, അതിനകത്ത് നമ്മൾ തന്നെ വ്യാകുലപ്പെടേണ്ട ഒരു കാര്യമൊന്നുമില്ല, അൺലസ് അത് ഈ ഓറിയന്റേഷൻ സമൂഹത്തിനോ വേറൊരു വ്യക്തിക്കോ ഒരു ദൂഷ്യം വരാത്തടത്തോളം കാലം. അപ്പൊ ഞാൻ പയ്യനോട് ചോദിച്ചു, എടാ, അന്ന് നടന്ന സംഭവത്തിന് ശേഷം നിനക്ക് എപ്പോഴേലും ഒരു പുരുഷനോട് ഒരു സെക്ഷൽ ആയിട്ടുള്ള ഇൻട്രസ്റ്റോ ഡിസയറോ തോന്നിയിട്ടുണ്ടോ? ഇങ്ങനെ ഒരു അവസ്ഥയെപ്പറ്റി കൂടുതലായിട്ട് ഇൻട്രസ്റ്റ് ആയിട്ടുണ്ടോ? അവൻ പറഞ്ഞു, ഒരിക്കലും ഇല്ലെന്നാ, എനിക്ക് പിന്നീട് അത് ഓർക്കുമ്പോഴത്തേക്കിന് ഒരു ടെൻഷനോ, ഒരു സങ്കടമോ, ഒരു പുച്ഛമോ, ഇതൊക്കെ തന്നെയാണ് എൻ്റെ ഒരു ഭാവം എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, എടാ, നീ ധൈര്യമായിട്ടിരിക്കുക, നീ ബിഗ് ബോസ് പറയുന്നതൊന്നും കേൾക്കണ്ട, നീ ഒരു ഉത്തമ പുരുഷനാണ് എന്നാണ് ഞാൻ പറഞ്ഞത്. അപ്പോ ഇപ്പോഴത്തെ ഒരു ജനറേഷനിൽ ഒത്തിരി ചിന്തകളാണ്, ഈ സെക്ഷൽ ഓറിയന്റേഷൻ, സെക്ഷൽ ഡിസയർ, ഇതിനകത്തൊക്കെ ചിന്തകളും ചർച്ചകളും വരുന്ന ഒരു കാലഘട്ടമായി മാറിയിരിക്കുകയാണ്. ഞാന് നമ്മുടെയൊക്കെ കാലത്ത് ചെറുപ്പത്തില് ഈ ഡിസ്കിന് മുമ്പ് ഫ്ലോപ്പി എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട് കമ്പ്യൂട്ടറിൽ. ഇപ്പൊ നമ്മുടെ കൂട്ടുകാരന്മാരുടെ അടുത്ത് അല്ലെ ഡിസ്കും ഫ്ലോപ്പിയും ഒക്കെ ആ സമയത്ത് ഞങ്ങൾ കൂട്ടത്തോടെ ഇരുന്ന്, ആണുങ്ങൾ കൂട്ടുകാരന്മാര് അവധി ദിവസങ്ങളിൽ ചില സമയത്ത് കൂട്ടത്തോടെ ഇരുന്ന് അന്നൊക്കെ ഡിസ്ക് കിട്ടുക, അല്ലാതെ മറ്റേ പടം കിട്ടുക എന്ന് പറഞ്ഞാൽ ഭയങ്കര കാര്യമാണ്. അത്ര പിടിപാടുള്ളവനെ അത് കിട്ടുകയുള്ളൂ. അങ്ങനെ കളക്ഷൻ ഉള്ളവന്മാരുണ്ട്. ഇത് മേടിച്ചുകൊണ്ട് വന്ന് കൂട്ടത്തോടെ ഇരുന്ന്
ഞങ്ങൾ അത് കുൽസിതമായിട്ടുള്ള സിനിമ കണ്ടിട്ട് ഓരോരുത്തർക്കും ഓരോ ചാൻസ് ബാത്റൂം ഉപയോഗിക്കാനുള്ള ചാൻസ് കൂടി എടുത്ത് കണ്ടിട്ട് അങ്ങനെയൊക്കെയുള്ള സമയമുണ്ട്. അപ്പം ഈ ഞങ്ങൾക്ക് അല്ലെങ്കിൽ ആ ഒരു സമയത്ത് ഈ ഓറിയന്റേഷനെ പറ്റി കൂടുതലായിട്ടും ജനങ്ങൾ ചിന്തിക്കുന്നില്ല എന്നുള്ളതായിരുന്നു. പക്ഷെ ഇപ്പോഴത്തെ തലമുറ അങ്ങനല്ല, ഒത്തിരി ചിന്തകളായിട്ട് മാറിയിരിക്കുന്നു. അപ്പം ഞാനിത് പറയാൻ കാര്യം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കൂടുതലായിട്ട് ചിന്തിക്കേണ്ട ഒരു കാര്യമല്ല. ഈ ശ്രീനാരായണ ഗുരുവിന്റെ വരികളാണ് എനിക്ക് ഓർമ്മ വരുന്നത്. അവനവൻ ആത്മ സുഖത്തിന് ചെയ്യുന്ന പ്രവൃത്തി അപരന് ദോഷമോ സങ്കടമോ ഒന്നും ഉണ്ടാകരുത് എന്നുള്ളതാണ്. നമ്മുടെ ഓറിയന്റേഷൻ അല്ലെങ്കിൽ നമ്മുടെ സെക്ഷുവാലിറ്റി എന്തേലും ആയിക്കോട്ടെ, അത് ബാക്കിയുള്ളവർക്ക് ദൂഷ്യം ചെയ്യാതിരിക്കുക എന്നുള്ളതാണ്. ഇത് കൂടുതൽ ചർച്ച ചെയ്യേണ്ട കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇത് ബിഗ് ബോസിലാണ് കൂടുതലായിട്ട് ചർച്ച നടക്കുന്നത്. ബയോളജിക്കലി പറയുകയാണെങ്കിൽ LGBTQ എന്ന് പറയുന്ന ഒരു സമൂഹമുണ്ട്, നമുക്കറിയാം. അതിന് പ്ലസ് 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 എന്ന് പറയുന്ന ഒരു സമൂഹമുണ്ട്. നമ്മുടെ ഇന്ത്യയിൽ അല്ലെങ്കിൽ അമേരിക്കയിലൊന്നും ഇവരെ അംഗീകരിച്ചിട്ടില്ല. LGBTQയുടെ ഫുൾ ഫോം നമുക്കറിയാം, ലെസ്ബിയൻ. ലെസ്ബിയൻ എന്ന് പറഞ്ഞാൽ പെണ്ണും പെണ്ണുമായിട്ടുള്ള താല്പര്യം, ജീവിതം തുടങ്ങാനുള്ള ആഗ്രഹം. അതാണ് ഈ നൂറയും ആദിലയും. ഗേ എന്ന് പറയുമ്പോൾ സ്ത്രൈണ സ്വഭാവം, അത് പുരുഷന്മാരെ ഇഷ്ടപ്പെടുന്ന പുരുഷൻ. ബൈസെക്ഷൽ എന്ന് പറയുമ്പോൾ രണ്ടുമാകാം, ആണിനോടും താല്പര്യമുണ്ട്, പെണ്ണിനോടും താല്പര്യമുള്ള ആൾക്കാരുണ്ട്. ട്രാൻസ്. എന്ന് പറഞ്ഞാൽ ക്യൂർ എന്ന് പറയുന്നത് അവർക്ക് അവരുടെ സെക്ഷുവൽ ഓറിയന്റേഷൻ അല്ലെങ്കിൽ സെക്ഷുവാലിറ്റി പറയാൻ താല്പര്യമില്ല എന്നുള്ളതാണ്. തികച്ചും ആശ്ചര്യം തന്നെ, ഭയങ്കരമായിട്ട് വിരോധാഭാസമായിട്ട് എനിക്ക് തോന്നുന്നത്. നെവിൻ എന്ന് പറയുന്ന ആ ചെറുക്കൻ ഒരു ക്യൂർ ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. അദ്ദേഹത്തിന്റെ സെക്ഷുവാലിറ്റി അദ്ദേഹം പറയാൻ ഉദ്ദേശിക്കുന്നില്ല. അപ്പൊ ഇവിടുത്തെ ബിഗ് ബോസിൽ സ്ഫോടനം തുടങ്ങിയത് എപ്പം തൊട്ടാണ് നമുക്കറിയാം. ഈ ലക്ഷ്മി എന്ന് പറയുന്ന അല്ലെങ്കിൽ വൈൽഡ് കാർഡ് എൻട്രിയിൽ കൂടെ വന്ന കുറെ ആൾക്കാർ ലക്ഷ്മി എന്ന് പറയുന്ന ഒരു പെൺകുട്ടി പറയുന്നു, എനിക്ക് ഇവരെ നോർമലൈസ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ്. തികച്ചും ഒരു 50% കൂടുതൽ, ഒരു 60% ഞാൻ അതിനോട് യോജിക്കുന്നു. കാര്യം നമ്മൾ ഈ LGBTQ Z+++ തൊട്ട് Z വരെ എന്തൊക്കെയോ ഉണ്ട്. എന്തൊക്കെ എടുത്തെന്ന് പറഞ്ഞാലും അവരുടെ സെക്ഷൽ ക്രോമോസോം നോക്കുകയാണെങ്കിൽ, ഇപ്പൊ ട്രാൻസ് ആണെങ്കിൽ, ട്രാൻസ് വുമൺ ആണെങ്കിൽ XY ആണ്, ട്രാൻസ് മെൻ ആണ് XX ആണ്. നമ്മുടെ അതായത് സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഒരു പുരുഷന്റെയും ഒരു സ്ത്രീയുടെയും അതേ സെക്ഷൽ ക്രോമസോം പാറ്റേൺ തന്നെയാണ് ഈ ലെസ്ബിയനും അല്ലെങ്കിൽ ട്രാൻസിനും LGBTQ. ഇതൊക്കെ അതിനകത്ത് ഒരു വ്യത്യാസവുമില്ല. എവിടെയാണ് വ്യത്യാസം വരുന്നത്? അവരുടെ തലച്ചോറിൽ ചെറിയ ഇൻഫ്ലുവൻസ്, അതായത് ഈ പറയുന്ന വയറ്റിൽ കിടക്കുന്ന സമയത്ത് ഹോർമോണൽ ആൻഡ്രോജനിക് ഇൻഫ്ലുവൻസ് അല്ലെങ്കിൽ അതിന്റെ കുറവിന്റെ അടിസ്ഥാനത്തിൽ അവരുടെ ഓറിയന്റേഷനുള്ള ഒരു വ്യത്യാസമേ വരുന്നുള്ളൂ. അവരുടെ ക്രോമോസോമിൽ എന്തേലും വ്യത്യാസം XX അല്ലെങ്കിൽ XXX അങ്ങനെ YXXYY അങ്ങനെയൊക്കെയുള്ള വ്യത്യാസങ്ങൾ വരുമ്പോഴാണ് ഇത് അബ്നോർമൽ ആകുന്നത്. അവർ നോർമൽ ആയിട്ടുള്ള മനുഷ്യരല്ല. അവർക്ക് ബുദ്ധിവികാസം, ഡൗൺ സിൻഡ്രോം എന്നൊക്കെ കേട്ടിട്ടില്ലേ, ക്ലിൻഫെൽറ്റർ സിൻഡ്രോം, അങ്ങനെയൊക്കെയുള്ള സിൻഡ്രോം ഉണ്ട്. അപ്പൊ അവർക്ക് നോർമൽ അല്ല, അവരുടെ ഈ ക്രോമോസോമിന് വ്യത്യാസമുണ്ട്. പക്ഷെങ്കിൽ ഇവരെ സംബന്ധിച്ചിടത്തോളം, അതായത് LGBTQ+++ കമ്മ്യൂണിറ്റിയെ സംബന്ധിച്ചോളം പുരുഷനും സ്ത്രീകളുടെയും വ്യത്യാസം, അതായത് ക്രോമോസോം എങ്ങനെയാണോ അത് തന്നെയുള്ളൂ അവർക്കുള്ളൂ. നമുക്കറിയാം ഈ അതായത് ജെസ്റ്റേഷൻ, അതായത് വയറ്റിൽ, അമ്മയുടെ വയറ്റിൽ ഒരു കുട്ടിയുടെ ജനനം, അതായത് ഒരു എംബ്രിയോ ഫോർമേഷൻ തൊട്ട് 6 ആഴ്ച വരെ അതിന് ഏത് ലിംഗത്തിലേക്കും പ്രവേശിക്കാവുന്ന ഒരവസ്ഥയാണ്. അത് കഴിഞ്ഞ് 7 തൊട്ട് 12 ആഴ്ച വരെയാണ് ഈ സെക്ഷുവാലിറ്റി അല്ലെങ്കിൽ സെക്സ് ഡിറ്റർമൈൻ ചെയ്യുന്നത്, അല്ലെ? 2 ഡക്ട് ഉണ്ട്, വുൾഫിയൻ ഡക്ട്, മുള്ളേറിയൻ ഡക്ട് എന്ന് പറയുന്ന 2 ഡക്ട് ഉണ്ട്. അത് ഒത്തിരി പറയാനുണ്ട്, അതൊന്നും പറയേണ്ട കാര്യമില്ല. അപ്പൊ വുൾഫിയൻ ഡക്ട് വികസിച്ച് ഡെവലപ്പ് ചെയ്ത് വരുമ്പോൾ പുരുഷനാവുകയും മുള്ളേറിയൻ ഡക്ട് ഡെവലപ്പ് ചെയ്ത് വരുമ്പോൾ സ്ത്രീയാവുകയും അതിന്റെ ഇൻഫ്ലുവൻസ് ആയിട്ടുള്ള SRY എന്ന് പറയുന്ന ജീന്റെ അടിസ്ഥാനത്തിൽ പുരുഷനാവുക, അങ്ങനെയൊക്കെ ഒത്തിരി ഘടകങ്ങളുണ്ട്. അപ്പം ഈ ഒരു സമയത്തിൽ നമ്മുടെ തലച്ചോറിന്റെ ഡെവലപ്മെന്റ് സമയത്തിൽ ആൻഡ്രോജനിക് ഇൻഫ്ലുവൻസ് കൂടുമ്പോഴത്തേക്കിന് അവരുടെ ഓറിയന്റേഷൻ പ്യുവർലി ആണിൻ്റെതായി വരും, അല്ലെ?
അപ്പൊ അതൊക്കെ പോട്ടെ, അതൊക്കെ ഒരു സയന്റിഫിക് ആയിട്ട്, ഇതൊന്നും നമുക്ക് ചിന്തിക്കേണ്ട കാര്യമില്ല. കാര്യം സമൂഹത്തിൽ ദ്രോഹമില്ലാതെ ഒരു മനുഷ്യൻ ജീവിക്കുകയാണെങ്കിൽ അവന്റെ ഓറിയന്റേഷൻ എങ്ങനെയെങ്കിലും ആയിക്കോട്ടെ, ഇത് ചർച്ച ചെയ്യേണ്ട കാര്യമല്ല. മറിച്ച് നമ്മളിവിടെ ഈ പറയുന്ന ആ പെൺകുട്ടി ലക്ഷ്മി പറഞ്ഞു എനിക്കതിനെ നോർമലൈസ് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞതിനോട് ഞാൻ യോജിക്കുന്നു ഒരു പരിധി വരെ. കാര്യം എല്ലാവരും ആ കുട്ടിയെ, മോഹൻലാൽ സർ ഉൾപ്പെടെ ആ കുട്ടിയെ എടുത്തിട്ട് കുടഞ്ഞു, എന്തുകൊണ്ട് നിങ്ങൾക്കായിക്കൂടാ? അത് അങ്ങനെയാണ്. കാര്യം നമ്മളിപ്പം ഈ ലോകത്തിലെ മെഡിക്കൽ ജേർണൽസ് അല്ലെങ്കിൽ ചാറ്റ് GPT, AI, ഗൂഗിള് ഇതൊക്കെ സെർച്ച് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഇത് പറയുന്നത്, അവിടെ പറയുന്നത് ഇത് നോർമലൈസ്ഡ് ചെയ്യുന്ന ഒരു ഘടകമാണെന്നാണ് പറയുള്ളൂ, അങ്ങനെ പറയുള്ളൂ. പക്ഷെങ്കില് ആത്യന്തികമായിട്ട് ഈ സ്പീഷ്യസ്, മനുഷ്യ സമൂഹം എന്ന് പറയുന്ന നമ്മുടെ മനുഷ്യൻ അല്ലെങ്കിൽ ഒരു മൃഗത്തിനും, ഓരോ മൃഗവും ഒരു സ്പീഷ്യസ് ആണ്, അറിയാമല്ലോ. ഇതിന്റെ ഈ ലോകത്ത് അതിന്റെ എക്സിസ്റ്റൻസിന്, അതായത് അതിന്റെ പരമ്പര നിലനിർത്തണമെങ്കിൽ, ഒരു സ്പീഷ്യസിന്റെ പരമ്പര നിലനിർത്തണമെങ്കിൽ അതിന്റെ അൾട്ടിമേറ്റ് ആയിട്ടുള്ള കടമ എന്താണ്? ആത്യന്തികമായിട്ടുള്ള കടമ എന്താണ്? പ്രജനനം നടത്തുക എന്നുള്ളതും കുട്ടികളെ ജനിപ്പിക്കുക എന്നുള്ളതുമാണ് അതിന്റെ ആത്യന്തികമായിട്ടുള്ള കടമ. എന്തിന്? അതിന്റെ സ്പീഷ്യസ് നിലനിർത്താൻ വേണ്ടി. അങ്ങനെയുള്ള ആ ഒരു ജനുസുകളായിട്ട്, ആ ജനുസുകളാണ് നോർമലൈസ്ഡ് ആയിട്ടുള്ള സ്പീഷ്യസ്, ബയോളജിക്കൽ ടേം. മറിച്ച് നമ്മൾ സോഷ്യൽ ടേമിൽ നോക്കുകയാണെങ്കിൽ ഇവർക്ക് സ്വഭാവ സവിശേഷതകൾ, വ്യത്യാസങ്ങളോ ഒന്നുമില്ല, അവർ നമ്മുടെ കൂട്ടത്തിൽ കൂട്ടാം, അങ്ങനെയൊക്കെയാണ് നടക്കുന്നത്. അത് നോർമലൈസ് ചെയ്യാവുന്നതാണ് ഒരു പരിധി വരെ പറയുന്നത്. പക്ഷെങ്കിൽ ഞാൻ പറയുന്നത് അവരെ അതിന് നോർമലൈസ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ്. കാര്യം ഇവരുടെ സ്വഭാവത്തിന് വ്യത്യാസമുണ്ട്. അത് എനിക്ക് പേഴ്സണലി ഞാൻ അറിഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. കാര്യം ഇവർക്ക് ഏഷണി കുറ്റം, അല്ലെങ്കിൽ ഇവര് മാക്സിമം ഒരു കോംപ്ലക്സോട് കൂടിയാണ് ഇവര് സമൂഹത്തിനെ അല്ലെങ്കിൽ പേഴ്സണെ കാണുന്നത്. ഏറ്റവും കൂടുതൽ ഒരു മനുഷ്യനെ അല്ലെങ്കിൽ ഒരു സമൂഹത്തിനെ ദ്രോഹിക്കാൻ പറ്റുന്നത് ഇവരാണ്. എനിക്ക് പേഴ്സണലി അനുഭവമുള്ള കൂട്ടത്തിലാണ്. കാര്യം എനിക്കും എൻ്റെ കൂട്ടുകാരി എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു കിളി ഉണ്ടായിരുന്നു. അവരുടെ കൊളീക്കായിട്ടുള്ള ഇദ്ദേഹം, അതായത് ഒരു ചാന്തുപൊട്ട് ടീമാണ് അദ്ദേഹം, പുള്ളിക്കാരത്തിയോട് പറഞ്ഞു കൊടുത്തിട്ടുള്ള ഏഷണികൾ ആരും പറഞ്ഞു കൊടുക്കാത്ത ഏഷണികളാണ്. നമ്മൾ മനസ്സാ വാച കർമ്മണ അറിയാത്ത ഏഷണികളാണ് ഈ കൂട്ടർ പറഞ്ഞു കൊടുക്കുന്നത്. അത് നോർമലൈസ് ചെയ്യുക എന്നുള്ളതല്ല, അവരുടെ സ്വഭാവത്തിൽ ഒരു ഒരു വ്യത്യാസമുണ്ട്. ഇതൊന്നും ഒരു മെഡിക്കൽ ജേർണലിൽ പറയത്തില്ല. ഇതൊരു മെഡിക്കൽ ജേർണലിലോ അല്ലെങ്കിൽ ഒരു ചാറ്റ് GPTയിലോ ഒന്നും പറയത്തില്ല. അവർ പറയുന്ന ഇവരൊക്കെ നോർമൽ ആണെന്നാണ് പറയുന്നത്. നമുക്കറിയാം, നമ്മുടെ മഹാഭാരത ചരിത്രത്തിൽ യുദ്ധത്തിന്റെ തുടക്കം, അതായത് യുദ്ധത്തിലേക്ക് നയിച്ചത് ശകുനിയുടെ വലിയൊരു പങ്കുണ്ട്. ശകുനി എന്ന് പറയുന്നത് ആരാണ്? ശകുനി എന്ന് പറയുന്നത് ഈ പറയുന്ന ട്രാൻസ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ പങ്ക്, ഏഷണിയുടെ പങ്ക് വലുതാണ്. അപ്പൊ അത്രയും ഡീപ്പായിട്ടൊന്നും ഒരു മെഡിക്കൽ ജേർണലിലും ചിന്തിക്കുകയും അവരതിനെപ്പറ്റി പഠിക്കുകയില്ല. ഇപ്പം നമ്മൾ രാത്രി പാലാരവട്ടത്തിലേക്ക് പോവുക, അല്ലെങ്കിൽ രാത്രി നോർത്ത് ഇന്ത്യയിലേക്ക് പോയി കഴിഞ്ഞാൽ ഈ പറയുന്ന ഇനക്സ്, അതായത് ട്രാൻസ്, അവർ വന്ന് നമ്മളെ ഇപ്പം പറ്റത്തില്ല, ട്രെയിനിൽ പറ്റത്തില്ല, പുതിയ നിയമം വന്നിട്ടുണ്ട്, അവരെ പിടിച്ച് വെളി നടക്കും. ഈ ട്രാൻസ് വന്ന് കൈകൊട്ടി ഉപദ്രവിക്കും. അപ്പം ഇവരെ ഒന്നും നമ്മൾ നോർമലൈസ് ചെയ്ത് സൈഡിൽ നമ്മളോട് ചേർത്ത് നിർത്തുകയല്ല വേണ്ടത്. നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മൾ ഇവരെ റീഹാബിലിറ്റേറ്റ് ചെയ്യുക, അതായത് ഇവരെ പുനരധിവസിച്ചുകൊണ്ട്, അവർക്ക് നേർവഴി നയിച്ചുകൊണ്ട്, അവർക്കൊരു ജീവിതമാർഗം കൊടുത്തുകൊണ്ട് അവരെ കൂടെ നിർത്തുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യേണ്ടത്. അപ്പൊ നമുക്ക് ബിഗ് ബോസിലേക്ക് വരികയാണെങ്കിൽ, ഈ ബിഗ് ബോസിൽ നടക്കുന്നത് ആദിലയും നൂറയും നോർമലൈസ് ചെയ്ത് കാണിക്കണം എന്നാണ് ഈ പറയുന്ന ബിഗ് ബോസും ലാൽ സാറും പറഞ്ഞിരിക്കുന്നത്. അപ്പൊ എൻ്റെ ഒരു ചോദ്യം ഇത്രയേ ഉള്ളൂ. ആദില ഒരു കേസ് കൊടുത്തായിരുന്നു നൂറെ കല്യാണം കഴിക്കണം എന്നുള്ളത്. അപ്പോൾ കോടതി ജഡ്ജിമെന്റ് വന്നിരിക്കുന്നത്, നിങ്ങൾക്ക് വേണമെങ്കിൽ കൂടെ ജീവിക്കാം, പക്ഷെ കല്യാണം പറ്റത്തില്ല, നിയമപരമായിട്ട് ഇന്ത്യൻ നിയമത്തിൽ കല്യാണത്തിന് സാധ്യതയില്ല എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അങ്ങനെ ഒരു സാധ്യത ഇല്ലാത്തടത്തോളം കാലം അതിനെ എങ്ങനെ നോർമലൈസ് ചെയ്ത് കാണും ബയോളജിക്കലി എന്നുള്ള ഒരു ചിന്താഗതിക്കാരനാണ് ഞാൻ. മറിച്ച്
ആ സോഷ്യലായിട്ട് നോർമലൈസ് ചെയ്യണമെങ്കിൽ ആദിലയുടെ പ്രവൃത്തി, ഇത്രയും നാളത്തെ പ്രവൃത്തി നമ്മൾ എല്ലാവരും കണ്ടുകൊണ്ടിരിക്കുകയാണ്. തികച്ചും മഹാഭാരത യുദ്ധം നയിച്ച ശകുനിയുടെ അതേ സ്വഭാവമാണ് ആദില കാണിക്കുന്നത്. അപ്പം അവർക്ക് ഏഷനിങ് നടത്താനും അല്ലെങ്കിൽ കുശുമ്പ്, കുഞ്ഞായ്മ, പ്രത്യേക ഒരു വേറെ ടൈപ്പ് ഓഫ് അഗ്രഷൻ, മാനിപ്പുലേഷൻ, പ്രിജുഡീസ്, ഇതൊക്കെ അവർക്ക് കൂടുതലാണ്. അപ്പം ഇവരെ നമ്മൾ കൂടെ നിർത്തുക എന്നുള്ളതിനോട് എനിക്ക് താല്പര്യമില്ല. റീഹാബിലിറ്റേറ്റ് ചെയ്യണം എന്നുള്ള ഒരു ചിന്താഗതിക്കാരനാണ് ഞാൻ. പിന്നെ പറയുകയാണെങ്കിൽ ഈ പറയുന്ന ബിഗ് ബോസിൽ ഈ റിയാസ് എന്ന് പറയുന്ന ഒരു വ്യക്തിയെ കൊണ്ടുവന്നു. അദ്ദേഹം ഒരു സ്ത്രൈണ സ്വഭാവമുള്ള ഒരു വ്യക്തിയാണ്. അദ്ദേഹം ഈ പറയുന്ന ലക്ഷ്മിക്കെതിരായിട്ട് വരാൻ ശ്രമിച്ചു. അത് അയാളുടെ നാശത്തിന് വേണ്ടി കലാശിച്ചു. ഷാനവാസ് കയറി ഇടപെട്ടു. അത് ഈ പറയുന്ന ജനങ്ങളിൽ, അതായത് ഈ പിള്ളേരിൽ, അല്ലെ അറിയാൻ മേലാത്ത പിള്ളേരിൽ കുറെ ചോദ്യങ്ങൾ വന്നിരിക്കുകയാണ്. കാര്യം LGBTQ++++ ഇതൊക്കെ എന്താണെന്നുള്ളത്. അവർക്ക് തന്നെ അവരുടെ ശരീരത്തിനെ വിശ്വാസമില്ലാത്തൊരവസ്ഥയിലേക്ക് മാറിയിരിക്കുന്നു എന്നുള്ളതാണ്. സത്യം പറഞ്ഞാൽ ഇത് ചിന്തിക്കേണ്ട ഒരു കാര്യവുമില്ല. ഈ സെക്ഷുവാലിറ്റി അല്ലെങ്കിൽ ഓറിയന്റേഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് 2 ഓറിയന്റേഷനായിട്ട് കണ്ടാൽ മതി. പിന്നെ അത് അതിൻ്റെതായ ഒരു കുഴപ്പം എന്നോണം നമ്മൾ കണക്കാക്കുക. ഇപ്പം തേങ്ങ, നമ്മൾ വിളഞ്ഞ തേങ്ങ എടുക്കും. ഈ വിളഞ്ഞ അല്ലെങ്കിൽ തേങ്ങ എടുത്ത് കുഴിച്ചു വെച്ച് കഴിഞ്ഞാൽ അത് കിളിർപ്പുണ്ടായി തെങ്ങാകുന്നതാണ് നല്ല തേങ്ങ. അല്ലാത്തതിനെ നമ്മൾ എന്താ പറയുന്നത്? പേട് എന്ന് പറയുന്നത്. അത് പ്രകൃതിയുടെ ഒരു വികൃതിയാണ്. ഈ പ്രകൃതിയുടെ വികൃതി എപ്പോഴും ലോകമുള്ളിടത്തോളം കാലം ഓരോ സ്പീഷ്യസിലും ഇത് നടന്നുകൊണ്ടിരിക്കും. അപ്പം ഇതിനെ നമ്മൾ നോർമലൈസ് ചെയ്ത് കഴിഞ്ഞാൽ, അപ്പോൾ നോർമൽ ആയിട്ടുള്ള ആ ഒരു സ്പീഷ്യസ് എക്സിസ്റ്റൻസ് എങ്ങനെയാണ് നടക്കുന്നത്? അതായത് ഒരു 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 മനുഷ്യ രാശിയുടെ അല്ലെങ്കിൽ ഏതൊരു ഒരു മൃഗത്തിന്റെ ആ ഒരു ജീൻ പൂൾ, അല്ലെ, അല്ലെങ്കിൽ ആ ഒരു മൃഗം, മനുഷ്യരാശി എങ്ങനെയാണ് എക്സിസ്റ്റ് ചെയ്യുന്നത്? നോർമൽ ആയിട്ടുള്ള ആൾക്കാരെ നോർമലൈസ് ചെയ്ത് കാണാതെ അവരെയും നോർമലൈസ്, മറ്റേ ഇപ്പൊ ആദിലയും നൂറയും അതിനെയൊക്കെ നോർമലൈസ് ചെയ്ത് കാണുകയാണെങ്കിൽ ഈ മനുഷ്യരാശി എവിടെ പോകും എന്നുള്ളതാണ്. അവരോട് നമ്മൾ ഹേറ്റഡ് ആയിട്ടും അല്ലെങ്കിൽ അവരെ മാറ്റി നിർത്തി അവരെ ഉപദ്രവിച്ചും അല്ലെങ്കിൽ അവരെ പുച്ഛത്തോടെ കാണുകയും അവരെ ഇകഴ്ത്തി കാണുകയും ഇതൊക്കെ ചെയ്യുകയാണെങ്കിൽ ശരിയാണ്, അത് തെറ്റാണ്. കാര്യം അവരും മനുഷ്യരാണ്. അവർക്ക് അത്രയും റെസ്പെക്റ്റും അത്രയും അംഗീകാരവും അത്രയും പ്രവൃത്തി മണ്ഡലങ്ങളും നമ്മൾ കൊടുക്കേണ്ടതാണ്. അപ്പം അതിനെപ്പറ്റി ഒരു പുതിയ നിയമം വരുന്നതും എനിക്ക് യോജിക്കുന്നു. പക്ഷേ ഈ കൂട്ടരെ നോർമലൈസ് ചെയ്യേണ്ട എനിക്കൊരു കാര്യവുമില്ല. എനിക്ക് നോർമലൈസ് ചെയ്ത് കാണുന്നതിൽ എനിക്ക് താല്പര്യമില്ല. പിന്നെ പക്ഷെ എനിക്ക് തോന്നുന്നു ബിഗ് ബോസ് ഷോയിൽ അനവധി ആൾക്കാര്, കുടുംബ പ്രേക്ഷകർ കാണുന്ന ഒരു വലിയ ഷോയാണ്. അപ്പം ആ ഒരു ഷോയിൽ ഇങ്ങനെയുള്ള LGBTQ+++ എന്ന് പറയുന്ന കാര്യങ്ങളൊക്കെ ജനങ്ങളിലേക്ക് ചിന്തിക്കാനുള്ള ഒരു ചർച്ച ഇട്ട് കൊടുക്കുക. ഇതൊന്നും ചിന്തിച്ചിട്ട് ഒരു കാര്യവുമില്ല, അൺലെസ് ഈ വിഭാഗക്കാര് സമൂഹത്തിൽ ഒരു ദ്രോഹം ഉണ്ടാക്കത്രത്തോളം കാലം, അല്ലെ? ഇത് ചിന്തിക്കേണ്ട ഒരു കാര്യവുമില്ല. നമ്മൾ കണ്ടതാണ് ഈ കൊട്ടാരക്കരയിൽ എന്നാ ഒരു മേളമായിരുന്നു. ഇവര് വന്ന് LGBTQ കമ്മ്യൂണിറ്റി വന്നിട്ട് അവിടെ കോണ്ടംസും ഒക്കെ വഴി കിടക്കുക, ഭയങ്കര ശല്യം, ആൾക്കാർ, പോലീസ്, വനിതാ പോലീസിനെ ഉപദ്രവിക്കുന്നു. അപ്പൊ അവരെയൊക്കെ റീഹാബിലിറ്റേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്, അവരെ കൂടെ നിർത്തുകയല്ല ചെയ്യേണ്ടത്. എനിക്ക് പറയാനുള്ളത്, ബിഗ് ബോസ് എന്ന് പറയുന്ന വലിയ ആ ഒരു ഷോയില് ഇങ്ങനെ മ്ലേച്ഛമായിട്ടുള്ള സബ്ജക്റ്റുകൾ ഡിസ്കസ് ചെയ്യുന്ന അല്ലെങ്കിൽ കാണിക്കുന്നത്, ജനങ്ങളിലേക്ക് ചിന്തിക്കാൻ വേണ്ടി ഇട്ടുകൊടുക്കുന്നത് ഒരു പ്രവണത, അത് നല്ലതല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്.